ശകലായിട്ടുള്ളൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നൊരു അടിപൊളി ചലഞ്ചായിട്ടാണ് വന്നേക്കണേ. എന്താണ് ചലഞ്ച്? ടെലിപ്പതി പൊരുത്തം ചലഞ്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെ ഗൈസ്, ഇന്ന് ഞാനും അമ്മയും തമ്മിൽ എന്തോരം പൊരുത്തം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ നിലവിൽ എത്ര പൊരുത്തം ഇല്ല, പക്ഷെ ഇന്ന് അറിയാൻ പറ്റും. പൊരുത്തമില്ല, ഇന്നിപ്പോ കൃത്യമായിട്ട് അറിയാമൊന്നുമില്ല കേട്ടോ ഗൈസ്. നമുക്കിന്ന് നോക്കാം എത്ര പൊരുത്തം ഉണ്ടാവും നമ്മൾ തമ്മിൽ. നമുക്ക് ഇന്ന് പൊരുത്തം കണ്ടില്ലെങ്കിൽ പറയാം. ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ അടി ഉണ്ടാവും. അതെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ എടുത്തതൊന്ന് കാണിച്ചു തരുന്നതാണ്. നമുക്ക് വലിയതായിട്ട് റൂൾസുകളൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം എന്താന്ന് അമ്മ പറയണം, അതേപോലെ അമ്മയുടെ ഇഷ്ടം എന്താന്ന് ഞാനും പറയണം. ഇതിപ്പോ എന്റെ ഇഷ്ടം എന്താന്ന് നമ്മ കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ അതെ, ആ പണിഷ്മെന്റ് ആണ് ഈ കൊണ്ടുവച്ചേക്കുന്നത്. ഇതെടുത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ മുഖത്ത് തൂക്കും, വേറെ ഒന്നും ഞാൻ ചെയ്യും. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതേപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടും അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമ്മളത് മനസ്സിലാണ് കേട്ടോ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്തായാലും ഞാൻ അതുറപ്പാ. അപ്പൊ ഗൈസ്, നമ്മൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് ചോക്ലേറ്റ്സ് ആണ്. നമ്മള് കിറ്റ്കാറ്റും എടുത്തിട്ടുണ്ട്, 5 സ്റ്റാറും എടുത്തിട്ടുണ്ട്. അതെ ഗൈസ്, അപ്പൊ നമ്മുടെ പൊരുത്തം ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ പൊരുത്തം നോക്കിയാലോ? ഓക്കെ, നോക്കാം. അപ്പൊ ഫസ്റ്റ് എന്താവോ എന്തോന്നൊന്നും അറിയാൻ പാടില്ല. അല്ലെങ്കിലാണ് അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോ എനിക്ക് ഇഷ്ടം, എനിക്ക് എന്തോരം ഇഷ്ടം ഉണ്ടോന്നുള്ളതൊക്കെ ഇപ്പൊ കറക്റ്റ് മനസ്സിലാവും. ഇങ്ങനെ പറഞ്ഞ വിഷമിപ്പിക്കല്ലേ അമ്മേ. എന്താ ഇതിന് ഇഷ്ടമെന്ന് എനിക്ക് തന്നെ പറയാൻ പാടില്ല. പൊതുവെ എനിക്ക് ചോക്ലേറ്റ് വലിയ ഇഷ്ടമല്ല. എനിക്ക് അറിയാൻ പാടില്ല എന്താ അമ്മയുടെ ഇഷ്ടം. പക്ഷെ സാരില്ല, ഞാൻ എന്തായാലും പരമാവധി കറക്റ്റ് എടുത്തോണം. പണിഷ്മെന്റ് തെറ്റിച്ച് പറഞ്ഞാൽ എനിക്ക് അമ്മയുടെ ഇഷ്ടങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അറിയാം എന്താവൂന്ന്. നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ആരാ പറയണേ? എന്റെ ഇഷ്ടം. ഓക്കെ, എനിക്ക് ഇതില് ഞാൻ ഒളിഞ്ഞു നോക്കിയാ കുഴപ്പമുണ്ടോ? നോക്കല ശരി ശരി, ഞാൻ കയറിന്നോളാം. എനിക്കിതിൽ ഏതാ ശരിക്കും ഇഷ്ടം? ഇങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്കിത് രണ്ടും ഇഷ്ടം. എനിക്കിപ്പോ ഏതാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ശരിക്കും. അമ്മയ്ക്ക് എന്നെ സംശയം. അമ്മയ്ക്ക് എനിക്ക് പൊതുവെ ചോക്ലേറ്റ് അത്ര വലിയ ഇഷ്ടമല്ല. അതിനൊന്നും കാര്യമില്ല, അമ്മയ്ക്ക് എന്നെ സംശയം. എന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. ഉണ്ട്, നമുക്കൊന്ന് രക്ഷപ്പെടാം. അപ്പൊ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഏതാന്ന് പറയോ? അത് പറയാല, ഇഷ്ടമില്ലാത്തെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്. ഓക്കെ, അതറിയില്ല. ഓക്കെ, റെഡി, 1 2 3 പൊക്കിക്കോ. ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ. ഞാൻ പൊക്കി. ഇതാണോ? ഞാൻ പൊക്കി. ഏതായിരിക്കും? അയ്യോ, എന്റെ മനസ്സ് പറയണ ചിലപ്പോ ഇതായിരിക്കാം. ഞാൻ പൊക്കി. രണ്ടും കൽപ്പിച്ച് ഞാനിത് പൊക്കാൻ പോവാണ് ഗൈസ്. എന്താവോ എന്തോ എന്റെ തമ്പുരാനെ. കാണിച്ചേ. ഇത് ചീറ്റാണ് കേട്ടോ. എപ്പോഴും ഇഷ്ടം ഗൈസ് ഞാൻ കിറ്റ്കാറ്റും തിന്നും, ഡയറി മിൽക്കും എല്ലാം തിന്നും. പക്ഷെ പൊതുവെ ഞാൻ 5 സ്റ്റാർ കൊണ്ടുവരുമ്പോഴാണോ എനിക്ക് വെച്ചേക്കണം പകുതി എന്ന് പറയാറ്. ഇല്ല ഗൈസ്, ഞാൻ പറയട്ടെ. ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അമ്മ എന്നോട് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്തെങ്കിലും മേടിക്കുമ്പോ എനിക്കൊരു കിറ്റ്കാറ്റോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട്. അത് ശരിയാ, പക്ഷെ എന്നാലും ഈ 5 സ്റ്റാർ മേടിക്കുമ്പോ ഞാൻ ഇതിന്റെ ഹാഫ് ഇവിടെ വെച്ചേക്കണോന്ന് പറയുന്ന ഒരു മിഠായി 5 സ്റ്റാർ. അത് കിറ്റ്കാറ്റും പറയാറില്ലേ? ഉണ്ട്, പക്ഷെ കിറ്റ്കാറ്റ് അധികം ഇവിടെ മേടിക്കാറുണ്ടോ? കൂടുതലും 5 സ്റ്റാറാ മേടിക്കാറ്. പൊട്ടത്തി. എനിക്ക് ഇതായിരുന്നു ഇഷ്ടം. ട്രയൽ ആയിരുന്നു. ട്രയലല്ല, ഇത് ഒറിജിനലാ. ഇല്ല പണിഷ്മെന്റ് ഉണ്ട്, മുഖം കുത്തിക്കാൻ. ഗൈസ്, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, കാരണം ഫസ്റ്റ് ചലഞ്ച് അല്ലേ. അല്ല, കറക്റ്റ് ആണ്. സമ്മതിക്കൂല ഇത്. അമ്മയ്ക്ക് ഇഷ്ടം കിറ്റ്കാറ്റ് തന്നെയാ. ഒരു ഇഷ്ടം അറിയത്തില്ല, എനിക്കെല്ലാം മനസ്സിലായി. പണിഷ്മെന്റ് വാ, ഞാൻ തന്നെ എടുത്തു വന്നിട്ട്. ഓക്കെ, വേണ്ട, ആദ്യം നമുക്ക് ഇങ്ങനെ മുഖം കുത്തണ്ട. മതി കഴുകാമോ? കഴുകണ്ട, ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. കണ്ടോ എന്ത് ക്രൂരത നോക്കിയേ. വെച്ചിട്ടില്ല, ശരിക്കും മുഖം പിടിച്ച് മുത്തണ്ടതാ അതിന്റെ ഉള്ളില്. ഇത് ഇത്തിരി ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ തേക്കട്ടെ. ഇത് ശകലായിട്ടുള്ളൂ. ഇതിന്റെ പ്രതികാരം ഞാൻ ശരിക്കും ഒന്ന് നോക്കിക്കേ, ഒട്ടുമില്ല. കുഴപ്പമില്ല, അത് മതി. ഇത്രയും മതി, കാരണം പാവല്ലേ ഞാൻ. ഇത്രയും പാവം ഞാൻ കഷ്ടപ്പെട്ട് നന്ദൂരി ഇതിലേതാ ഇഷ്ടം?
അപ്പൊ ഞാൻ പറയട്ടെ, അത് ഞാൻ പറയട്ടെ ഗൈസ്, എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം പറ. എല്ലാ ചോക്ലേറ്റും തിന്നുന്ന ആളാ. പ്രശ്നം ഞാൻ എല്ലാം തിന്നും, ഒട്ടുമിക്ക എല്ലാ ചോക്ലേറ്റ്സും കഴിക്കും. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഏതാ പറയാന്ന്. അങ്ങനെ ഫേവറേറ്റ് ഒന്നും ഇല്ല. ഇതിപ്പോ ഇതെടുക്കണു ഞാൻ റിസൾട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഞാനും വെക്കി. ഈശ്വരാ തെറ്റാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കറക്റ്റ് കണ്ടോ, എനിക്കറിയാം കൃത്യമായിട്ടും. അത് ചതിയാട്ടോ. അമ്മ സത്യം പറ, അമ്മ അറിയാതെ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഊഹത്തിനെടുത്ത. അല്ല അല്ല, ഇതൊരു ചെറിയ ഊഹമാണ്. പക്ഷെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എനിക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടാന്ന്. അത് എല്ലാ ചോക്ലേറ്റും തിന്നുന്ന അറിയാം. അപ്പൊ അമ്മക്ക് എത്ര ഒരു പോയിന്റ് ആയില്ലേ? ഒരു പോയിന്റ് ഇരിക്കും. എനിക്ക് 0. ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതാ. ഓക്കെ, പിന്നെ കഴിച്ചൊരു കാര്യമുണ്ട്, ഇതിൽ തെറ്റിക്കുന്ന ആൾക്കാർക്കും ഈ ചോക്ലേറ്റ് എടുക്കാൻ പറ്റില്ല. ഇല്ല ജയിച്ച ആൾക്കാർ ചോക്ലേറ്റ് ഉണ്ട് തന്നെ. ചോക്ലേറ്റ് ഇവിടത്താ. ആയിക്കോട്ടെ ഗൈസ്, ഇനിയും 3 റൗണ്ട്. കുഴപ്പമില്ല, ഇനിയും ഗൈസ് 3 റൗണ്ട് ഉണ്ട്. അത് എനിക്കുള്ളതാ. ഞാൻ ജയിച്ചിരിക്കും. നമുക്ക് കാണാം അടുത്ത വീഡിയോ കാണിച്ചു. നമുക്ക് അടുത്ത എന്തെങ്കിലും കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മളിനി അടുത്തതായി എടുത്തേക്കുന്നത് ലേസ് ആണ്. അതെ ഗൈസ്, ലേസ് ആണ് എടുത്തേക്കണേ. ഇതെന്തായാലും അമ്മ പെടാൻ പോവാ ഗൈസ്, കാരണം എനിക്ക് ഒട്ടും അറിയാൻ പാടില്ല അമ്മയ്ക്ക്. ഏതാ ഫ്ലേവർ? ഒന്ന് ടൊമാറ്റോ ഫ്ലേവറും അല്ലേ, ബിങ്കോ. ഒന്ന് ടൊമാറ്റോ ഫ്ലേവറും, പിന്നെ ഇതൊരു ഫ്ലേവർ മസാല എന്തായാലും ഗൈസ് നോക്കാം. ഇത് അമ്മ എന്തായാലും പെടാൻ പോവാ ഗൈസ്, കാരണം എന്റെ ഇഷ്ടം അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അറിയാൻ പറ്റും. ഇഷ്ടം എനിക്ക് അറിയാം ഗൈസ്. നമുക്കൊന്ന് കാണാം ഇപ്പൊ ആരാ ജയിക്കുന്നത്. അത് ഇത്ര ഉള്ളു ഗൈസ്, ഞാൻ ജയിക്കുള്ളൂ. ഒരു മാറ്റമില്ല. നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നന്ദുവിന്റെ. ശരി, ഫസ്റ്റ് അമ്മയല്ലേ പറഞ്ഞ, അപ്പൊ ഞാൻ റൗണ്ടിൽ പറയാട്ടോ. ഓക്കെ, പേര് സെലക്ട് ചെയ്യാം. നന്ദു സെലക്ട് ചെയ്തോ. എനിക്ക് ഇപ്പൊ നിലവിൽ ഇഷ്ടമുള്ള മറു കേട്ടോ. അങ്ങനെ മാറ്റി പറയാൻ പറ്റില്ല. അത് പറ്റുന്നില്ല. എനിക്ക് നിലവിൽ കഴിച്ചോണോ. അപ്പൊ അത് ഇഷ്ടമല്ല, ഒറിജിനൽ സത്യമായിട്ട് പറഞ്ഞു. എന്നാ ശരി ഗൈസ്, ഓക്കെ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഇതാണ്. ഇഷ്ടമല്ല കേട്ടോ ഗൈസ്, ഇഷ്ടമാണ്, പക്ഷെ എല്ലാം തിന്നും. ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനോടാ. അപ്പൊ ഇതിലേതാ പറഞ്ഞോ, എടുത്തോ. ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കേ, സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ ഞാനാണ് ഈ പ്രശ്നം ജയിച്ചത്. പോയില്ലേ? ഞാനും കറക്റ്റാക്കി പറയും. 2 പോയിന്റ്. അതിലൊന്നും കാര്യമില്ല ഗൈസ്, ഞാൻ അടുത്ത് കറക്റ്റ് ആക്കും. പണിഷ്മെന്റ് എടുത്തോ. പണിഷ്മെന്റ് എന്തിനാ? ഉണ്ട്, നമ്മൾ സെയിം അല്ലേ എടുത്തത്. എന്റെ ഇഷ്ടം നോക്കിയിരിക്കാൻ എനിക്ക് അടുത്ത പണിഷ്മെന്റ് തൂത്ത് കളഞ്ഞ പോലും ഇല്ല. പക്ഷെ ഇതിപ്പോ കറക്റ്റ് ആക്കിയില്ല, ഞാൻ ജയിച്ചു. അപ്പൊ ഞാനല്ലേ ജയിച്ചേ, എനിക്കൊരു പോയിന്റ്. അതെങ്ങനെ? അങ്ങനല്ല. ശരിയാ. ഓക്കെ, ഇനിയിപ്പോ എന്റെ ഇഷ്ടം ഏതാ നോക്കാം ഗൈസ്. എനിക്കിതില് ഇഷ്ടമുള്ളത് ഇതാണ്. ഏതാ അത് പറയാം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ സെലക്ട് ചെയ്തില്ല, കണ്ടോ തിരക്ക് കുടിച്ച് പോണോക്കി. അമ്മയ്ക്ക് ഇതിൽ ഇഷ്ടം എനിക്ക് എന്തായാലും ഇതാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല. 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ റൗണ്ടിൽ ഞാൻ അമ്മയുടെ കറക്റ്റ് സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നു ഗൈസ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ഗൈസ് അമ്മയ്ക്ക് ടൊമാറ്റോ ഫ്ലേവർ ഇഷ്ടം. കാരണം ആൾക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആദ്യത്തെ സെലക്ട് ചെയ്യണമെങ്കിൽ നല്ല ഉറപ്പുണ്ട്. എനിക്ക് ഏറ്റവും ഒരിക്കലും സെലക്ട് ചെയ്യാൻ എനിക്കറിയാം. ഇതെനിക്ക് ഇഷ്ടമല്ല, ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ഒരു റൗണ്ടിൽ പോയെങ്കിൽ എന്താ കുഴപ്പം? ഞാൻ തിരിച്ചു വന്നു. അടുത്ത റൗണ്ടിൽ ഇത് കാണണം. അപ്പൊ അമ്മക്ക് എത്ര പോയിന്റ്? 2. എനിക്ക് 1 കേട്ടോ. 1. ഇപ്പൊ 2-1. അടുത്തൊരു ഞാൻ ജയിക്കും, അമ്മ തോപ്പിക്കുന്നു ഗൈസ്. അടുത്ത റൗണ്ടിൽ അടുത്ത പണിഷ്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കാൻ മുഖം പിടിച്ച് മുക്കാനായിട്ട്. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ. അപ്പൊ ഗൈസ് നമ്മുടെ 3ാമത്തെ റൗണ്ടാണ്. 3ാമത്തെ റൗണ്ടിലേക്ക് വന്നേക്കുന്നത് ഒന്ന് ലോട്ടി ചോക്കോബായ് ആണ്, അതേപോലെ തന്നെ ഡാർക്ക് ഫാന്റസിയുടെ സ്വിസ് റോൾ ആണ് വന്നേക്കുന്നത്. ഇതിലെന്റെ ഇഷ്ടം ഇത്തിരി പാടായിരിക്കും, കാരണം എനിക്ക് ഒട്ടുമിക്ക എല്ലാം ഇഷ്ടമായതുകൊണ്ട് അമ്മയ്ക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ എനിക്ക് ഇതിന്റെ ഒന്നും ടേസ്റ്റ്, ഇത് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അത്ര. അതാണ് കഴിച്ച് ഞാൻ പെടാൻ പോകുന്നത്. അമ്മയ്ക്ക് ഇത് രണ്ടും ഇഷ്ടമല്ല, പക്ഷെ അമ്മയ്ക്ക് ഇച്ചിരി ഇതിൽ ഇഷ്ടമുള്ള എനിക്ക് അറിയാൻ പാടില്ല. ആദ്യം ഓർത്തിട്ടൊന്ന് പറ, നോക്കാവേ നമുക്ക്. പക്ഷെ കഴിച്ച് ഞാൻ റെഡിയാക്കും. ഇതെന്റെ കോൺഫിഡൻസ് ആ ഗൈസ്. കാണിച്ചു തരാം അടിയൻ. ഓക്കെ, അപ്പൊ സെലക്ട് ചെയ്തോ. ഫസ്റ്റ് എന്റെ ആണേ. ഈശ്വര, ഇതിലിപ്പോ ഏതാ എനിക്കിഷ്ടം? ഫ്ലേവറിൽ ഇപ്പൊ ഇത്തിരി കൂടി ഇഷ്ടം എന്ന് പറയണേ. ഓക്കെ, എനിക്ക് ഇതാണ് ഇഷ്ടം. റെഡി 1 ഞാൻ സെലക്ട് ചെയ്യട്ടെ. റെഡി 1 2 3. സെലക്ട് ചെയ്തില്ല. നിക്ക് ഒന്നുകൂടെ പറഞ്ഞ ഏതാ ഇഷ്ടം?
എനിക്ക് ഇതാണ് ഇഷ്ടം. ഇപ്പം ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടം. അത് കണ്ടിട്ടെന്ന് പറയാൻ പറ്റില്ല, നിലവിൽ അമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറയാം കേട്ടോ. അല്ല, ടേസ്റ്റില് പൊതുവെ എനിക്ക് അങ്ങനത്തെ സാധനത്തോട് വലിയ ഇഷ്ടമല്ല. എന്നാലും ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡി. ഞാൻ ശരി, ഞാൻ എന്റെ ശരിയാക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി എന്താകും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്റെ അല്ലേ? ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇത് പറ്റില്ല ഗൈസ്, ഇതൊന്ന് കള്ളത്തരാ. അമ്മ ഈ സാധനം ഒരുപാട് കഴിച്ചിട്ടില്ല ഗൈസ്. പക്ഷെ ഇത് ഡാർക്ക് ഫാന്റസിയുടെ ഈ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ചലഞ്ച് തീർന്നിരിക്കുന്നു. ഇല്ല, ഈ ചലഞ്ച് കറക്റ്റ് ആണ്. കാരണം ഡാർക്ക് ഫാന്റസി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കുറച്ചെങ്കിലും പക്ഷെ ഗൈസ് നമ്മൾ ഡാർക്ക് ഫാന്റസി നോർമൽ ആ കുക്കീസാ കഴിക്കണേ. പക്ഷെ നമ്മൾ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ആകെ ഏറ്റവും ഇഷ്ടം ലോട്ടി ചോക്കോബായ തിന്നാണ്. പണ്ട് ഞാൻ കഴിക്കുമായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാ. ഇല്ല ഗൈസ്, കറക്റ്റ് ഇപ്രാവശ്യം തെറ്റി. ഞാൻ നല്ല എത്ര കോൺഫിഡൻസോടെ എടുത്താ ഗൈസ്. പണിഷ്മെന്റ് മറ്റേ പറഞ്ഞേ എന്റെ ജീവിതം അവസ്ഥയായി പോവാ. എന്റെ അവസ്ഥ അല്ല, തെറ്റിപ്പോയില്ലേ? എന്റെ ഇഷ്ടം അതും അറിയത്തില്ല. ഓക്കെ, കണ്ടോ ഗൈസ്, കുറ്റം വേണ്ട. കാണിച്ചടി. ഇപ്പൊ 2 പ്രാവശ്യം പണിഷ്മെന്റ് എടുത്തു. 1 2 3. മതി മതി. ഓക്കെ, കറക്റ്റ്. ഇത് സത്യം പറഞ്ഞ ഗൈസ് ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവച്ചാണെന്ന് തോന്നുന്നു. അത് തന്നെ, ഇത് പണിഷ്മെന്റാ. ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പാടിച്ച ലക്ക് പോയി ഗൈസ്. എന്റെ ലക്കിന് എന്ത് കിട്ടും? ഇഷ്ടം നോക്കാൻ ഗൈസ്. പറഞ്ഞോ. ഒരു മിനിറ്റ്, ഞാൻ അതിൽ ഇഷ്ടം പറയട്ടെ. ഇഷ്ടം അത് നീ പെടൂടി. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ എനിക്ക് ഇഷ്ടം ഇതാണ്. ഓക്കെ, ഇഷ്ടമില്ലാത്ത ഇതാണ്. പക്ഷെ ഇഷ്ടമല്ല കേട്ടോ, ഇഷ്ടമാണ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോഴും ഞാൻ ജയിച്ചു ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഞാനില്ല പോ. നന്ദുവിന്റെ എല്ലാ ഇഷ്ടം എനിക്കറിയാം, പക്ഷെ എന്റെ ഒരു ഇഷ്ടം നന്ദുവിന് അറിയില്ല. കണ്ടോ ഗൈസ്, ഇത് ഇമോഷണൽ ഡാമേജ് ആണ്. ഞാൻ സമ്മതിക്കൂല ഗൈസ്. ഞാൻ ഡാർക്ക് ഫാൻസ് എടുക്കാൻ നോക്കുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടം. സത്യം പറഞ്ഞ രണ്ടും ഒരേപോലെ. അത് ശരിയാ, പക്ഷെ എന്നാലും എടുത്തത് കറക്റ്റ് ആണോ? ഞാൻ എടുത്തത് മനപ്പുരത്തം ഉണ്ടോ? ഓക്കെ, എന്താ ഗൈസ്, എനിക്ക് ലക്ക് പോയി. എന്റെ ഫസ്റ്റ് റൗണ്ട് പോയാ എന്റെ ലക്ക് പോയി. ഈ റൗണ്ടും പോയി, ഫസ്റ്റ് റൗണ്ടും പോയി. ഒരു റൗണ്ടല്ലേ ശരിയാക്കിയുള്ളൂ. എനിക്ക് 1 മാർക്കേ ഉള്ളൂ ഗൈസ്. നമുക്ക് എത്ര? എനിക്ക് 3. കണ്ടോ ഗൈസ്, നന്ദുവിന് 1, എനിക്ക് 3. അപ്പൊ ഗൈസ് നമുക്ക് അതൊന്നും കാണില്ല ഗൈസ്. ഇനി ഒരു റൗണ്ട് ഉണ്ട്. എന്നാലും ഞാൻ നോക്കും ഗൈസ്. ഓരോ എനിക്ക് 2 മാർക്കല്ലേ? എനിക്ക് 3 മാർക്ക്. അമ്മയ്ക്ക് 3 മാർക്ക്. എനിക്ക് 3 മാർക്ക്. അപ്പൊ ഞാനേ ജയിക്കുള്ളൂ. ഇപ്പൊ എത്ര മാർക്ക് ഉണ്ട്? 3 1 2. ഓ, അപ്പൊ അടുത്ത റൗണ്ടിൽ അമ്മ ജയിക്കുകയാണെങ്കിൽ നമുക്ക് 4, അല്ലെങ്കിൽ പക്ഷെ അടുത്ത റൗണ്ടിൽ ഞാൻ തോക്കുവാണെങ്കിൽ, നന്ദു ജയിക്കുവാണെങ്കിൽ നമ്മളൊപ്പം ടൈ ആവും. നന്ദുവിന് ഇപ്പൊ 2 ഉണ്ടല്ലോ. എനിക്ക് 1 മാർക്കേ ഉള്ളൂ. ഞാൻ അപ്പൊ 2 മാർക്കേ ആവുള്ളൂ. ഞാനാ ജയിച്ചേ. ഓക്കെ, അപ്പൊ ഇതെല്ലാം എനിക്കുള്ള. ഓക്കെ, ഇല്ല ഗൈസ്, എനിക്ക് അടുത്ത ചലഞ്ചിൽ ഞാൻ പറയട്ടെ. അപ്പൊ ഞാൻ ഗൈസ് അടുത്ത ചലഞ്ചിൽ എന്തായാലും ഞാൻ വിജയിക്കണം ഗൈസ്. എന്റെ ലക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും ഗൈസ്. ഓക്കെ, നമുക്ക് കാണാം. അപ്പൊ ഞാൻ ബൈ ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം. ഇവിടെ എല്ലാം എന്റെ. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? അപ്പൊ ഗൈസ്, നമ്മൾ ഈ റൗണ്ടിൽ എടുത്തേക്കുന്നത് ബിസ്ക്കറ്റുകളാണ്. ഒന്ന് ഗുഡ് ഡേ ബിസ്ക്കറ്റും ഒന്ന് ഓറിയോ ബിസ്ക്കറ്റുമാണ് നമ്മൾ ഈ റൗണ്ടിൽ എടുത്തേക്കുന്നത്. ഗൈസ്, ഇവിടെ അമ്മ പെടും. കാരണം ചിലപ്പോ ഞാനാ പെടുള്ളൂ ഗൈസ്. കാരണം എനിക്കിതില് ഓറിയോ എനിക്ക് എന്തായാലും എന്റെ ഫേവറേറ്റാ. ഗുഡ് ഡേ ഞാൻ കഴിക്കും. പക്ഷെ ഞാൻ ബിസ്ക്കറ്റ് പൊതുവെ കഴിക്കാറുണ്ടോ? ഇല്ല. ഈ അമ്മ ഒരു സാധനം കഴിക്കില്ല ഗൈസ്. ഞാനാണെങ്കിൽ പക്ഷെ എല്ലാം കഴിക്കും, വേണ്ടാന്നില്ല. പക്ഷെ എല്ലാം ഞാൻ കുറേശ്ശെ കഴിക്കും. പക്ഷെ ഇന്നൊരു ഒരുപാട് ഇഷ്ടം എന്നുള്ളൊരിതില്ല എനിക്ക്. അങ്ങനെ ബിസ്ക്കറ്റുകളൊന്നും വലിയ താല്പര്യം. ഇവിടെ ഗൈസ് ഞാൻ പെടും. എനിക്ക് ഈ തവണയും അറിയില്ല. ഈ തവണ ഞാൻ ശരിക്കും പറഞ്ഞാൽ തോറ്റു ഗൈസ്. എനിക്ക് 1 മാർക്കേ ഉള്ളൂ. 2 മാർക്ക് എടുത്തോ. നന്ദുവിന് ഇഷ്ടമുള്ള എടുത്തോ. അപ്പൊ ഒന്ന് പറഞ്ഞു തരൂ. ഇല്ല, പറഞ്ഞില്ല. ഇപ്പോഴും ഞാനാ ജയിച്ചേക്കുന്നത്. 3 പോയിന്റ്. ജയം തോൽവിയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിൽ ഇപ്പൊ ഞാനാ വിൻ ചെയ്തേക്കുന്നത്. അതിലൊന്നും കാര്യമില്ല ഗൈസ്. ജയം തോൽവിയൊക്കെ ഉണ്ടാവും. ഓക്കെ, നോക്കാം. അപ്പൊ ഗൈസ്, അമ്മ പറഞ്ഞു ഫസ്റ്റ് അമ്മയുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പൊ ഗൈസ് ഞാൻ സെലക്ട് ചെയ്യാം. എനിക്കും ഓക്കെ വേഗം ഇല്ല. ഇതാണോ? 2 ദിവസം ഇത് പൊക്കാൻ പോവാ. എന്താവും എനിക്ക് അറിയാൻ പാടില്ല. തോക്കുവാണ് തോക്കട്ടെ ഗൈസ്. മനസ്സിലായി ഇതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ അമ്മ ഓറിയോ ചോക്ലേറ്റ് ഫ്ലേവർ വലിയ പൊതുവെ താല്പര്യമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാഷ്യൂ ഫ്ലേവർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാഷ്യൂവിന്റെ ഫ്ലേവറുള്ള ബിസ്ക്കറ്റ് ഇത് പണ്ടുണ്ടായി. ഗുഡ് ഡേ എന്ന് പറഞ്ഞ മോംസ് മാജിക് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ്. മോംസ് മാജിക് ബിസ്ക്കറ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ബിസ്ക്കറ്റിന്റെ ഫ്ലേവർ ഉള്ളതാണ് ഇത് ഭയങ്കര ഇഷ്ടം. ഓക്കെ, കിട്ടി. ഓക്കെ, നന്ദുവിന് 2 എനിക്ക് 3. എന്നാലും ഞാനാ ജയിച്ചേക്കുന്നത്. നന്ദുവിന്റെ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാ കേട്ടോ. ഞാൻ കള്ളം പറയില്ല. എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്.
കണ്ടാ കറക്റ്റ്. അത് ഞാൻ ഒരെണ്ണം പോലും തെറ്റിച്ചിട്ടില്ല ഗൈസ്. ഞാനാണ് എല്ലാം ശരിയാക്കിയത്. അതുപോലെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ വീട്ടില് തിന്നുന്നോണ്ട് അമ്മയ്ക്ക് അറിയാൻ പറ്റും. അല്ല, ഞാൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് കൃത്യമായിട്ട് അറിയാം. ബിസ്ക്കറ്റുകളും ഓറിയോ ഇഷ്ടം ചോക്ലേറ്റുകളും ഒക്കെ നന്ദുവിന് ഏതാ ഇഷ്ടം. കള്ളം പറയുന്നത് നിന്റെ ആയി ഗുഡ് എടുത്ത്, പക്ഷെ ഇല്ല, ഗുഡേക്കാട്ടിലും ഇഷ്ടം ഓറിയോ. എപ്പോഴും ഓറിയോയുടെ ചോക്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെ? അപ്പൊ ഗൈസ്, ഈ ചലഞ്ചിൽ ഞാനാണ് വിൻ ചെയ്തേക്കുന്നത്. എനിക്ക് 3 പോയിന്റ് അതിലൊന്നും കാര്യമില്ല. ഉണ്ട്. കാര്യമുണ്ട്. ഈ ചോക്ലേറ്റ് ഇതെല്ലാം എനിക്കുള്ളതാണ്. എടുത്തോ, അതിലൊന്നും കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ചലഞ്ച് ഈ റൗണ്ടിൽ പണിഷ്മെന്റ് ഇല്ല. രണ്ടുപേരും ഒരുപോലെ തന്നെ പറഞ്ഞു. ഓക്കെ, പക്ഷെ എന്നാലും ജയിച്ചാരാ? അതൊന്നും കാര്യമില്ല. ഓക്കെ. അപ്പൊ എനിക്ക് ഈ ചലഞ്ചിൽ എനിക്ക് 4 റൗണ്ട് നമ്മൾ എടുത്തിട്ട് എനിക്ക് 2 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അമ്മയ്ക്ക് എത്ര കിട്ടി? മൊത്തം 3 മാർക്ക് കിട്ടി. അമ്മ ഗൈസ് ഫസ്റ്റ്. ഞാൻ ഇല്ല ഗൈസ്, ഞാനെല്ലാം ശരിയാക്കി. 2 റൗണ്ട്. ഒന്ന് ഈ ഒരു കുക്കീസിന്റെ റൗണ്ടിലും അതേപോലെ തന്നെ പിന്നെ റൗണ്ട് ശരിയാക്കിയ മേഡം എന്റെ ബിങ്കോ റൗണ്ടിൽ ടൊമാറ്റോ ഫ്ലേവറുള്ള ബിങ്കോ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് കറക്റ്റ് പറഞ്ഞു. അത് മാത്രം റെഡിയാക്കി. അറിയാലേ? എനിക്കറിയാം. എന്നെ പക്ഷെ നന്ദുവിനൊന്നും അറിയില്ല. കൂടെ ഫസ്റ്റ് ചാലഞ്ച് ഒക്കെ അല്ലേ. ഞാൻ അടുത്ത റൗണ്ട് റെഡിയാക്കും എന്തായാലും. എന്നെ ഒന്നും അറിയാൻ പാടില്ല. കണ്ടു കേസ് പോയി ഞാൻ കൂട്ടില്ല. ഇല്ല, നമുക്ക് അടുത്ത റൗണ്ട് റെഡിയാക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചലഞ്ച് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗൈസ്, നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടമായിട്ടില്ല എന്തായാലും കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയ ചലഞ്ചുകളൊക്കെ ഞങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ എന്തായാലും ചെയ്യുന്നതാണ്. അത് തന്നെ. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ. ബൈ. നീ എന്താണ് സിസ്റ്ററോട് ചോദിച്ചത്?